കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി കുറിഞ്ഞിപ്പൂക്കളും കഥ പറയും എന്ന പരിപാടി നടത്തി. കവി വാക്കനാട് സുരേഷാണ് കുട്ടികൾക്കായി കുറിഞ്ഞിപ്പൂക്കളും കഥ പറയും എന്ന പരിപാടി അവതരിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ച് മെയ് 21-ന് അവസാനിക്കുന്ന വായനാക്കളരിയുടെ 8-ാം ദിവസത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സമുദ്രതീരം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ പിള്ള, ഡോക്ടർ ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കവി വാക്കനാട് സുരേഷ് കുട്ടികൾക്കായി കുറിഞ്ഞിപ്പൂക്കളും കഥ പറയുമെന്ന പരിപാടി അവതരിപ്പിച്ചു. തമിഴ് ചെന്തമിഴിൽ നിന്നാണ് നമുക്ക് മലയാള ഭാഷ കിട്ടിയത്. കണ്ട അതാ പ്രശ്നം. കേട്ടാ? അയ്യോ, ഭാഷ നമ്മൾ കാണും. ചിലവരെ ഇന്നാളും ഞാൻ നിന്നപ്പോഴേ, മക്കളവൻ ശ്രദ്ധിച്ചോണം, ഞാൻ നിന്നപ്പോൾ ഒരാൾ കഞ്ഞി കുടിക്കുന്നു. കേട്ടോ, കേട്ടോണേ, കഞ്ഞി കുടിക്കുന്നു. ഞാൻ ചെന്നിച്ചിരി കഞ്ഞി എടുത്ത് വായി വെച്ചു. ഉപ്പില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉപ്പില്ലല്ലേ. അയാൾ പറഞ്ഞു ഉപ്പ് വേണ്ട. ഞാൻ പറഞ്ഞു കഞ്ഞി കുടിക്കുന്നു ഉപ്പ് വേണ്ടേ? കഞ്ഞി കുടിക്കുന്നു ഉപ്പ് വേണ്ടേ? പിന്നെ നിങ്ങളെങ്ങനെ ഉപ്പില്ലാതെ കുടിക്കും? ഉപ്പില്ലാതെ കുടിച്ചോളൂ. അല്ല, എനിക്ക് ഉപ്പുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഉപ്പുണ്ടോ? കഞ്ഞിക്കകത്ത് ഒട്ടും ഉപ്പില്ല. കേട്ടോണേ. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ഇരുമ്പ് കഷ്ണം ഇവിടെ തടവിക്കൊണ്ടിരിക്കുന്നു. എന്തോ തടവിക്കൊണ്ടിരിക്കുന്നേ? ഇരുമ്പ് കഷ്ണം. ഞാൻ ചോദിച്ചു ഇരുമ്പ് കഷ്ണം തടവുമ്പോഴോ? ഇരുമ്പ് കഷ്ണം തടവുമ്പം എനിക്ക് ഉപ്പ് വരും. അയാൾ ആഹാരം കഴിക്കും, ഉപ്പില്ലെങ്കിൽ എന്തോ ചെയ്യും? ഇരുമ്പ് കഷ്ണം എടുത്ത് തടവിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായ എൻ്റെ മക്കളുമാർക്ക്? ആഹാരം കഴിക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ എന്തോ തടവുമെന്നാ പറഞ്ഞേ? ഇരുമ്പ് എടുത്ത് തടവിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉപ്പ് കിട്ടും. ഇനി ഇത് മാമൻ ഈ സത്യാട്ടി മാമൻ പറഞ്ഞ ഉള്ളതാട്ടോ. ആരെങ്കിലും മാമന് വട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം ഇപ്പം മാമന് വട്ടുണ്ട്, നിങ്ങൾ കുറച്ച് പഠിച്ചു വരാൻ വട്ടില്ലാതാവും. ഇത് മാമൻ പറഞ്ഞ സത്യമാണേ. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇരുമ്പിൽ തടവിയ ഉപ്പ് കിട്ടുമെന്ന് ചോദിക്കണം. അതിനു വേണ്ടി പഠിക്കണം. പഠിക്കുമോ? ഉറപ്പ് തന്നെ? സംശയമൊന്നുമില്ലല്ലോ? നമ്മുടെ മലയാള ഭാഷ അല്ലേ? ഹലോ ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ നിൽക്കുന്നേ. എന്നെ കണ്ടില്ലേ മോൻ? കണ്ടോ? ഓക്കെ ആണെന്ന് ചോദിച്ചിരി. കണ്ടോ നീ വരും? കണ്ടോന്ന്. കുഴപ്പമില്ല. കേട്ടോ? അപ്പം നമ്മുടെ ഭാഷ ഏതാ? മലയാള ഭാഷയല്ലേ? ആണോ? കുഴപ്പമില്ലല്ലോ. ഈ മലയാള ഭാഷയ്ക്ക് എന്തുണ്ട്? ഒരമ്മയുണ്ട്. ഏതാ അമ്മ? ചെന്തമിഴ്. ഏതാണ്? തമിഴല്ലേ അമ്മ? മിണ്ടല്. കണ്ട, 2 കുട്ടികൾ സ്കൂളിൽ വിട്ട് നടന്നു വരികയാണ്. ഒരു കൊച്ചു കുട്ടിയും ഇച്ചിരി വലിയ കുട്ടിയും. എന്നിട്ട് ആ വഴിയിലൂടെ നടന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് കൊച്ചുകുട്ടി ചോദിച്ചു, നീ നാളെ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ എന്നെ? ഉടനെ വലിയ കുട്ടി പറഞ്ഞു, നീ രാവിലെ വരുമ്പം എന്നെയും കൂടെ സ്കൂളിൽ കൊണ്ടുപോകുമോ? എന്നിട്ട് ഈ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. ആ കുഞ്ഞ് അതുവഴി വീട്ടിലേക്ക് പോയി. മറ്റേ വലിയ കുട്ടി ഇങ്ങനെയും വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എന്തോ ബാഗ് ഇട്ടിട്ട് പോവുകയാണ്. ഇങ്ങനെ ചവിട്ടി ചെല്ലുകയാണ്. എന്നിട്ട് പാട്ട് പാടുന്നു. ടടക്കാൻ പാട്ട് പാടുന്നു. അമ്മ വെച്ച്, ഇന്ന് എനിക്ക് വലിയ സന്തോഷമല്ലേ? എന്ത് പറ്റി മോളെ? ഒന്നുമില്ല, ഭയങ്കര സന്തോഷം. എന്നിട്ട് കിടന്ന് ഉറങ്ങി. രാത്രി ചോറൊക്കെ തിന്ന് ഉറങ്ങിയിട്ട് രാത്രിയിൽ ആലോചിച്ചു, നാളെ എന്നെ കാത്തു നിൽക്കുമല്ലോ. മനസ്സിനകത്ത് പറയുക കുഞ്ഞ്. എന്നിട്ട് കുഞ്ഞ് സ്വപ്നവും കണ്ട് ഈ കാത്തു നിൽക്കുന്ന കാര്യം. കൂട്ടുകാരെ പിറ്റേന്ന് രാവിലെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? വസ്ത്രമൊക്കെ ഇട്ട് നടന്ന് ഇല്ല വഴിയിൽ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. വഴിയിലെടുത്ത് ചെന്ന് നിന്നപ്പം ഇല്ല, കൂട്ടുകാരിയെ കാണുന്നില്ല. കുഞ്ഞിൻ്റെ മുഖം അങ്ങ് വാടി. കുഞ്ഞ് പതുക്കെ ആലോചിച്ചു. പിന്നെ കുഞ്ഞ് ആലോചിച്ചെന്തറിയോ? തിരിച്ച് വീട്ടിൽ പോവാം. ഇവിടെ പോകാൻ വന്നതാ? സ്കൂളിൽ പോകാൻ വന്ന കുഞ്ഞ് ഇതിനേക്കാൾ ചെറിയ കുഞ്ഞ്. സ്കൂളിൽ പോകാൻ വന്ന കുഞ്ഞ് അവിടെ ചെന്നങ്ങ് നിന്ന്. എന്നിട്ട് എന്ത് ചെയ്ത്? അവസാനം ആലോചിച്ച്, സ്കൂളിൽ പോകണോ അതോ വീട്ടിൽ പോകണോ? കുഞ്ഞ് തീരുമാനം എടുത്തിട്ട് 2 ചുവട് മുന്നോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ആലോചിച്ചിട്ട് 3 ചുവട് പുറകോട്ട് പോയി. വീണ്ടും 5 ചുവട് മുന്നോട്ട് വെച്ചു. കുട്ടി 10 ചുവട് മുന്നോട്ട് പോയി. കുഞ്ഞ് സ്കൂളിൽ പോന്നോ വീട്ടിൽ പോന്നോ? എങ്ങോട്ടാ പോന്നേ ഇപ്പം? വീട്ടിലോട്ട്. അവസാനം കുഞ്ഞ് തീരുമാനിച്ചു, ആലോചിക്കുക, ഞാൻ
സ്കൂളിൽ പോകുക തന്നെ ചെയ്യും. കണ്ടോ തീരുമാനിച്ചേ? കൊച്ചു കുഞ്ഞ്, ഞാൻ സ്കൂളിൽ പോകുക തന്നെ ചെയ്യും. എന്നിട്ട് കുട്ടി ബാഗ് എടുത്ത് അങ്ങോട്ട് നിർത്തിയിട്ട് 4-5 ചുവട് മുന്നോട്ട് വെച്ച് നടന്നു ചെന്നപ്പോൾ ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തലയെടുത്തിട്ടു. ആരാണത്? അല്ല, പുലിയല്ല, കടുവയല്ല, കൂട്ടുകാരിയല്ല, ആനയുമല്ല. കുറ്റിക്കാട്ടിൽ നിന്ന് തലയെടുത്ത് പുറത്തേക്കിട്ട് കാറക് പട്ടി. എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ പറഞ്ഞത്? ബൗ ബൗ എന്നല്ലേ കുരയ്ക്കുന്ന പട്ടി? ആണോ? ശ്രദ്ധിച്ച് കേട്ടോണം മാമൻ, പിന്നെ പറയൂ അത്. ഓക്കെ, ബൗ എന്ന് കുരച്ചു. പട്ടി ചാടി മുമ്പിൽ വീണു. കുഞ്ഞ് പേടിച്ചു പോയി. അവസാനം കുഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. എന്നിട്ടും ധൈര്യം അവലംബിച്ചു കുഞ്ഞ്. പട്ടി ബാവെന്ന് ഇങ്ങോട്ട് വരാമൻ കുട്ടി പറയുന്ന കേട്ടോ നിങ്ങൾ? പുടപട്ടി പുടപട്ടി, നീ വെറും പട്ടി, ഞാൻ. ഉടനെ പട്ടി ഇങ്ങനെ നോക്കി. ഞാൻ. എന്നിട്ട് കുട്ടി പറയുകയാണേ, ഞാൻ വിമാനം കണ്ടുപിടിച്ച മനുഷ്യൻ. ശരിയാണോ? ശരിയാണോ? പട്ടിയാണോ വിമാനം കണ്ടുപിടിച്ചേ? പൂച്ചയാണോ വിമാനം കണ്ടുപിടിച്ചേ? പാറ്റയാണോ വിമാനം കണ്ടുപിടിച്ചേ? പിന്നെ ആരാ വിമാനം കണ്ടുപിടിച്ചേ? മനുഷ്യനെ കണ്ടുപിടിച്ചത്. എന്നിട്ട് കുട്ടി പറഞ്ഞു, പുടപട്ടി പുടപട്ടി, നീ വെറും പട്ടി, ഞാൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യൻ. ശരിയാണോ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാരാ? ചേരയാണോ? എലിയാണോ? പെരിച്ചാഴിയാണോ? മനുഷ്യനാ. എന്നിട്ട് കുട്ടി 2 ചൂട് മുന്നോട്ട് പറഞ്ഞു, പുടപട്ടി പുടപട്ടി, നീ വെറും പട്ടി, ഞാൻ. ഭയങ്കര ഗൗരവത്തിലാണ് പറഞ്ഞത്. ആവിയന്ത്രം കണ്ടുപിടിച്ച മനുഷ്യൻ. ഏതാ ആവിയന്ത്രം? തീവണ്ടി കണ്ടുപിടിച്ച മനുഷ്യൻ. എന്നിട്ട് കുട്ടി ജമ്പായി നിന്നു. ഇല്ല, പട്ടി ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടല്ലോ. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പട്ടി വെച്ചിട്ട് നിർത്ത. നീ എന്തോ പറഞ്ഞത്? ഉടനെ കുഞ്ഞ്, കേൾക്കണമായിരുന്നു, കാതുണ്ടായ പോരാ, കേൾക്കണം. അല്ല, നീ എന്തോ പറഞ്ഞേ? കേൾക്കണമായിരുന്നു. അല്ല, നീ എന്തോ പറഞ്ഞേ? അതല്ലേ പറഞ്ഞേ ഞാൻ. മനസ്സിലായി. നീ അല്ലേ വലിയ കാര്യം. എന്തോ പറഞ്ഞേ? വിമാനം കണ്ടുപിടിച്ച മനുഷ്യൻ. സമ്മതിച്ച്. ഓ, ഇയാളെന്താ കണ്ടുപിടിച്ചത്? ആവിയന്ത്രം കണ്ടുപിടിച്ച മനുഷ്യൻ. ഓ, അത് സമ്മതിച്ച്. ഓ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യൻ. ഓ, അത് സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു ചോദ്യം. പട്ടിയാ ചോദിക്കുന്നത്. പട്ടിയാ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം കേട്ടോ. നീ ആവിയന്ത്രം കണ്ടുപിടിച്ചു, സമ്മതിച്ചു. നീ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, സമ്മതിച്ചു. നീ വിമാനം കണ്ടുപിടിച്ചു, സമ്മതിച്ചു. പക്ഷേ തോക്ക് കണ്ടുപിടിച്ചതാരാ? എഴുന്നേറ്റ് പറ. ആരാ തോക്ക് കണ്ടുപിടിച്ചതാരാ? അതോ പട്ടിയാണോ? ഇല്ല. ഈ തോക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ആരെ വെടിവെക്കാൻ? ആരെ കൊല്ലാൻ? പറ, എഴുന്നേര്. ആരെ കൊല്ലാൻ? ശരിയല്ലേ? പട്ടി പൊട്ടിച്ചിരിച്ചു. കൊള്ളാം. നിന്റെ വർഗമുണ്ടല്ലോ, ഈ മനുഷ്യവർഗം. നിന്റെ വർഗമല്ലേ? ശരിയല്ലേ? നമ്മുടെ വർഗം ഏത് വർഗം? ഈ മനുഷ്യവർഗം ഉണ്ടല്ലോ. കൂട്ടത്തിൽ ചേർന്ന് കാശ് പിരിച്ച് കാശുണ്ടാക്കി പാർലമെന്റ് വിളിച്ചു കൂട്ടി കമ്പനി ഉണ്ടാക്കി അവിടെ തോക്ക് നിർമ്മിച്ചിട്ട് ആ തോക്ക് കൊണ്ട് സ്വന്തം വർഗത്തെ വെടിവെച്ച് കൊല്ലുന്ന ഒരു നികൃഷ്ട ജീവി ഭൂമിയിലുണ്ടെങ്കിൽ അതാര് മാത്രമാണ്? പറ. പട്ടികൾ കമ്മിറ്റി വിളിച്ചു കൂട്ടി തോക്കുണ്ടാക്കി പട്ടികളെ കൊല്ലുവോ? പൂച്ച കമ്മിറ്റി വിളിച്ചെടുത്ത് കാശ് പിരിച്ച് തോക്കുണ്ടാക്കി പൂച്ചകളെ കൊല്ലുവോ? പിന്നെ ആരാ കൊല്ലുന്ന ഇത്? അതാണോ നിന്റെ മനുഷ്യത്വം? പോടോ. അത് മനസ്സിലായി. എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. കുഞ്ഞിൻ്റെ മുഖം വല്ലാവാടി. കുഞ്ഞുമർക്ക് ഇങ്ങനെ നോക്കി. കുഞ്ഞാലോചിച്ചു. ശരിയല്ലയോ? കുഞ്ഞാലോചിച്ച് തോക്ക് കണ്ടുപിടിച്ചത് എൻ്റെ സ്വന്തം വർഗത്തെ കൊല്ലാനാ. എന്നിട്ട് സ്വന്തം വർഗത്തെ വെടിവെച്ചു ഇല്ലേ? ടക്കെന്ന് കുഞ്ഞു നിൽക്കവിടെ. ഒരു ചോദ്യം കൂടിയുണ്ട്. ഉടനെ കുഞ്ഞു ചോദിച്ചു, എന്തോ ചോദ്യം? ആറ്റം ബോംബ് കണ്ടുപിടിച്ചതാരാ? പറ. എന്തിനാ ഉപയോഗിക്കുന്നത്? ആരെ കൊല്ലാൻ? അതോ പൂമ്പാറ്റെ കൊല്ലാനോ? അതോ ബാക്ടീരിയങ്ങളെ കൊല്ലാനോ? അതോ ഈ മഴ പെയ്യത്തുള്ള ഈയലുകളെ കൊല്ലാനോ? പിന്നെന്തിനാ ആറ്റം ബോംബ് ഉപയോഗിക്കുന്നത്? അപ്പം പറഞ്ഞു, കണ്ടോ, പാർലമെന്റ് വിളിച്ചു കൂട്ടി മന്ത്രിമാരുടെ കൂടി കാശ് വിരിച്ചുണ്ടാക്കി വലിയ കമ്പനികളിട്ട് വലിയ ഗവേഷണം നടത്തി ആറ്റം ബോംബ് ഉണ്ടാക്കി സ്വന്തം വർഗത്തെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ, നിരപരാധികളായ അമ്മമാരെ, നിരപരാധികളായ മനുഷ്യന്മാരെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന ഒറ്റ ജീവി വർഗം ആര് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ? പറയടോ. നിങ്ങൾക്ക് മനുഷ്യനാവണോ? നിങ്ങൾക്ക് ഈ മനുഷ്യനാവണോ? നിങ്ങൾക്ക് ആവണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ഈ മനുഷ്യനാവണോ വേണ്ടായോ? കറക്റ്റ്, വേണ്ടല്ലേ? പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ആവണ്ടേ? ആവണമല്ലേ? ആവണോ? ആ മനുഷ്യനാവണോ? മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യൻ നിങ്ങളാവണോ? ആവണ്ട അല്ലേ? പട്ടി ചാടി മുമ്പിലേക്ക് വീണു. ബൗന്ന് കുറയ്ക്കാൻ വന്നു. കുട്ടി പേടിച്ച്, അയ്യോ മാമന്മാരെ ഓടിവായോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആൾക്കാർ ഓടി വന്നു. എന്ത് ചോദിച്ചു? എന്താ മോളെ? ഈ പട്ടി എന്നെ കടിക്കാൻ വന്ന. ഉടനെ അവർ വന്നു നോക്കി. പട്ടി അവരെ നോക്കി. പൊടാ വീട്ടിൽ. പട്ടി അനങ്ങാതെ വീട്ടിലേക്ക് പോയി. ഈ കുഞ്ഞെ ഈ വിളിച്ചു കൂവാതിരുന്നെങ്കിലേ
ഈ പട്ടി കുഞ്ഞിനെ കടിക്കത്തില്ലായിരുന്നു? കടിച്ചു കീറത്തില്ലായിരുന്നു? കുഞ്ഞ് ചത്തുപോകത്തില്ലേ? ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞ ഏത് ഭാഷയാ? ഇല്ലയോ? അപ്പം ജീവൻ ഒന്ന് പറഞ്ഞ, ജീവൻ തന്ന ഭാഷ മലയാളം. ഓക്കെ, ശരിയല്ലേ? നമ്മുടെ ഭാഷ ഏതാ? ജീവൻ തന്ന ഭാഷ മലയാളം. പഠിച്ചോ എൻ്റെ മക്കളുമാർ? പഠിച്ചോ? നമ്മൾ വിശക്കുമ്പോൾ ആരെയാ വിളിക്കുക? അമ്മയോട് എന്തോ പറയുന്നത്? നമ്മൾ വിളിച്ച് അമ്മ അമ്മ വയറ് പൈക്കണമ്മ, വയറ് പൈക്കണമ്മ. എന്തോ പൈക്കണ്? മലയാളമാ. വയറ് വിശക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വയറ് പൈക്കണമ്മ, വയറ് പൈക്കണമ്മ എന്ന്. ഉടനെ എന്തു ചെയ്യും? അമ്മ നമുക്ക് ചോറ് തരത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നെങ്കിൽ നമ്മൾ വയറ് വിശന്ന് അവസാനം നമ്മൾ ചത്തുപോകത്തില്ലേ? അപ്പം നമുക്ക് ചോറ് തന്ന ഭാഷ ഏതാ? പറ. ചോറ് തന്ന ഭാഷ ഏതാ? ചോറ് തരുന്ന വിളിച്ചു പറഞ്ഞ ഭാഷ ഏതാ? മലയാളം അല്ലേ? അപ്പം നമുക്ക് പറഞ്ഞൂടെ, ചോറിന് വേറൊരു വാക്കുണ്ട്, അന്നം. ഏതാണ്? അന്നം തന്ന ഭാഷ മലയാളം. പഠിച്ചോ? ആണല്ലോ. നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ? എന്തിനാ സ്കൂളിൽ പോകുന്നേ? എന്തിനാ പോന്നേ? പഠിക്കാൻ. ശരിയല്ലേ? സ്കൂളിൽ പോകുന്നത് എന്തിനാ? പഠിക്കാൻ. പഠിക്കുന്നത് എന്തിനാ? അപ്പം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആ ആഗ്രഹത്തെ നിങ്ങൾ ലക്ഷ്യം എന്ന് പറയും. എന്ത് പറയുന്നേ? ലക്ഷ്യം. അത് സംസ്കൃതമാണ്. പക്ഷേ അതിൻ്റെ മലയാളം ഉന്നം എന്നാണ്. എന്താണ്? ഉന്നം. ശരിയല്ലേ? അപ്പം നമുക്ക് ഈ നമ്മുടെ ഉന്നം സാധ്യമാക്കണമെങ്കിൽ, ലക്ഷ്യം സാധ്യമാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഡോക്ടറാവണമെങ്കിൽ, എഞ്ചിനീയർ ആവണമെങ്കിൽ, നിങ്ങൾക്ക് വലിയ പോലീസുകാരനാവണമെങ്കിൽ, നിങ്ങൾക്ക് വൈമാനികൻ പൈലറ്റ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് ഡ്രൈവർ ആകണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണ്ടേ? അതിന് നിങ്ങൾ സഹായിക്കുന്ന ഭാഷ ഏതാ? ആണോ? അപ്പോൾ ഉന്നം തന്ന ഭാഷ മലയാളം. 3 വരി മാമൻ പറഞ്ഞേ. ഏതൊക്കെയാ? അന്നം തന്ന ഭാഷ മലയാ. താളത്തിൽ പറയാം മാമൻ ഇത്. ഒന്ന് പറ. അന്നം തന്ന ഭാഷ മലയാളം. ജീവൻ തന്ന ഭാഷ. എൻ്റെ മോള് പറയുന്നില്ലേ? കുഞ്ഞുമോള് പറ. ഉറക്കെ പറഞ്ഞേ മോള്. കൈ ഇങ്ങനെ കാണിച്ചേ. വേക്ക് കൈ ഇങ്ങനെ. മോളുടെ കൈ എടുത്തിട്ട് കാണിക്കണേ. ഓക്കെ, പറ. ഇന്നലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവിടെ, മോളേക്കാൻ കൊച്ചു ഭയങ്കര മിടിക്കുകയായിരുന്നു. ഇല്ല, ഇത്തിക്കര ഒരു ക്യാമ്പിനകത്ത് ഒന്ന് അവിടെ എല്ലാം കിടന്ന് ഓടിയും ചാടിയും പറയുന്നെല്ലാം ഉറക്കെ വിളിച്ച് പറയുമായിരുന്നു. ഭയങ്കര മിടുക്കി. മോള് മിണ്ടുന്നില്ലേ? എൻ്റെ മോൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്നാ പറഞ്ഞു. അന്നം പറ. അന്നം എല്ലാവരും കൈ കൊടുത്തേ. എൻ്റെ മോൾ എഴുന്നേരെ. എൻ്റെ മോള് എഴുന്നേര്. ഒരു കൈയടി കൊടുത്തേ. അയ്യോ, അവർ സംസാരിച്ച് അവരാ പാട്ട് പാടി. ഓക്കെ മോനെ, ഓക്കെ, റെഡിയാണല്ലോ മോള്? റെഡിയാണല്ലോ? ഓക്കെ എന്ന് പറ. തലയാട്ടിയ പറ. ഓക്കെ എന്ന് പറ. ഒക്കത്തില്ല. ഓക്കെ എന്ന് പറ. ഓക്കെ എന്ന് പറ എൻ്റെ മോള്. ഓക്കെ പറ. ഓക്കെ മോള് പറ. ഉറക്കെ പറ. എൻ്റെ കുഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കേട്ടോണം. ഓക്കെ. അന്നം തന്ന ഭാഷ മലയാളം. തന്ന ഭാഷ മലയാളം. ഉന്നം തന്ന ഭാഷ മലയാളം. അടുക്കിയോ? 3 വരി പഠിച്ചോ? ഇന്ന് ചെന്ന് പറയണം. അമ്മ എന്തടി? അമ്മ എന്തടി? ഇന്ന് ഞങ്ങൾ പോയെടുത്തേ ഒരു മാമൻ വന്നല്ലേ. കാണ്ടാമൃഗം പോലിരിക്കും. ഒരു കരിമാടൻ മാമൻ. എന്നിട്ട് അവിടെ വന്ന് പാട്ട് പറഞ്ഞു തന്നു. ഇന്ന് പറഞ്ഞു കൊടുക്കണം വീട്ടിൽ ചെന്ന്. എന്താ പറഞ്ഞു കൊടുക്കണം? അന്നം തന്ന ഭാഷ. അടുത്ത വരി. ജീവൻ തന്ന ഭാഷ. അടുത്ത വരി. ഉന്നം തന്ന ഭാഷ മലയാളം. ഓക്കെ, അത് താളത്തിലായില്ലേ? ഇപ്പം താളത്തിലായി അത്. ശരിയല്ലേ? നേരത്തെ മക്കളുമാരൊരു പാട്ട് കേട്ടപ്പോൾ തുള്ളിയില്ലേ? ഒരു പാട്ട് കേട്ടപ്പം കയ്യൊക്കെ അടിച്ചില്ലേ? അത് താളം കൊണ്ടാണ് മക്കളുമാർ പാട്ട് ആ കൈയടിച്ചത്. അങ്ങനെ ആ താളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിടികിട്ടിയോ? അത് നമ്മൾ പണ്ടത്തെ മനുഷ്യരെ, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ഉടുക്കാൻ വസ്ത്രമില്ലായിരുന്നു, തുണിയൊന്നും ഇല്ലായിരുന്നു, വീടും ഇല്ലായിരുന്നു, കാട്ടിലായിരുന്നു വാസം.
പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നായി വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു വേണ്ടോ മേലാളേ. ആരാ എഴുതിയത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആണോ? ആണോ? ഏയ് കുമാരൻ ക്ലാസ്സിലുണ്ടോ? അയ്യോ സമയം പോന്നു. കുമാരൻ ക്ലാസ്സിലുണ്ടോ? ഉണ്ടോ? പ്രസൻ്റാണോ അതോ ഇല്ലയോ? ഉണ്ട്. ആ കുമാരനുണ്ട്. ആരാ കുമാരൻ എന്നറിയോ? ആരാ കുമാരൻ? ആരാണ് അയാൾ? കുമാരനാശാനല്ലേ എന്തോ പറഞ്ഞത്? പൂക്കും നിതാ മുല്ല പൂക്കും നിലഞ്ഞ് പൂക്കുന്നു തെന്മാവ് പൂക്കും അശോകം പൂക്കും നിതാ മുല്ല. ഒന്ന് ചൊല്ലുകൂടെ? പൂക്കും നിതാ മുല്ല, കൂടെ ചൊല്ലാൻ. പൂക്കും നിതാ മുല്ല പൂക്കും നിലഞ്ഞ് പൂക്കുന്നു തെന്മാവ്. അറിഞ്ഞൂടെ അത്? അറിയാവുന്ന ഉറക്ക ചൊല്ലേ. ഒന്ന് കൂടെ പാട്, മാമൻ്റെ കൂടെ പാട്. അയ്യോ മാമൻ പാടി മരിച്ചു പോകത്തില്ലോ അല്ലെങ്കിൽ. ഉറക്കപ്പാടെ. പൂക്കും നിതാ മുല്ല പൂക്കും നിലഞ്ഞ് പൂക്കുന്നു തെന്മാവ് പൂക്കും അശോകം വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി. ദാ വരുന്ന കണ്ട. യോ നല്ല മണവുമായി തെക്കുന്ന് ആ കള്ളൻ കാറ്റ് പറന്ന് വരുന്ന കണ്ടോ? എവിടെല്ലാം കയറിയവൻ ആ തെക്കുള്ള മലകളെല്ലാം കയറി ഇറങ്ങി പൂവിൽ നിന്നെല്ലാം മണം കാട്ടു മോട്ടിച്ച് ദാ പറന്നു വരുന്നു. പൂക്കും നിതാ മുല്ല പൂക്കും നിലഞ്ഞ് പൂക്കുന്നു തെന്മാവ് പൂക്കും അശോകം വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമേ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകും നിതേ കോകിലങ്ങൾ പാടങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാടങ്ങൾ? ഏതാണ് പാടങ്ങൾ? വയൽ. നമ്മുടെ ഇല്ലേ അവിടെ എന്താണ് വിളയുന്നത്? ആണോ? ഈ നെൽപ്പെണ്ണുങ്ങളെ വളർന്നു വന്നിട്ടേ തലയിങ്ങനെ കുനിച്ചു നിൽക്കും നല്ല നെൽക്കതിരായിട്ട്. അപ്പം ഇതിലെ കാറ്റേന്ന് നോക്കി ഒടി അള്ളിപ്പെണ്ണ് ഉടനെ എന്ത് ചെയ്യുന്നറിയോ? തുമ്പികൾ പറന്നു വന്ന് നെല്ലിൻ്റെ മേളിലിരിക്കും. ഉടനെ കാറ്റേന്ന് നോക്കി എടി തുമ്പിപ്പെണ്ണാണ്. തുമ്പി പറയും ഇവിടെ ഇറക്കാം അവിടുന്ന്. എടി തുമ്പിപ്പെണ്ണെ നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ. ആരാടാ ചോദിക്കുന്നത്? കാറ്റ് ആരോട് ചോദിക്കുന്നു? തുമ്പിപ്പെണ്ണിനോട്. അവൻ നെൽച്ചെടി പറയാണ്, ഡേയ് എന്താ നിന്നിടാമോ 4 മാസം കൂടി നിങ്ങൾക്കെന്നാൽ അന്നു നെൽച്ചെടികളപ്പൊൻ താലി കെട്ടിക്കാണാം. 4 മാസം കൂടെ നിൽക്കാമെങ്കിൽ ഇതെല്ലാം വിളഞ്ഞാവുമെന്ന്. അതല്ലേ ആ പാടങ്ങൾ പൊന്നിൻ കതിർപ്പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഇത്തത്തെയെല്ലാം. അടിച്ച കൈ. പാടങ്ങൾ പൊന്നിൻ കതിർപ്പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഇത്തത്തെയെല്ലാം കേടറ്റ നെല്ലിൻ കതിർ കാമ്പുകൊത്തി കൂടാർന്ന ദിക്കോർത്ത് പോകുന്നു വാനിൽ ചന്തം. എന്തൊരു ചന്തം എൻ്റെ ഭൂമിക്ക്. ഇടേ നമ്മുടെ ഭൂമി അറിഞ്ഞൂടെ? ആരാണ് ഈ ഭൂമി? നമ്മുടെ അമ്മ. ഉറക്കെ പറ മോൻ. നമ്മുടെ ഭൂമിയോ? അയ്യോ നമ്മുടെ ഭൂമി ദൈവമല്ല മോനെ. ദൈവം എന്നേ എത്തുപോയി ആണ്. അങ്ങനെ നമ്മൾ അടിച്ചോടിച്ച് നമ്മുടെ ഭൂമി ആരാണ്? നമ്മുടെ അമ്മ. അതോ പാടങ്ങൾ പൊന്നിൻ കതിർ പൂണ്ട് നീള ചന്തം ധരക്കേറെ ധര ഭൂമി. ചന്തം ധര. എത്ര സുന്ദരിയാണ് ഈ ഭൂമി. അതല്ലേ നമ്മുടെ ഒരു കവി പറഞ്ഞു കേട്ടോ നിങ്ങൾ? കാണ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ വീണ കമ്പികൾ മീട്ടുകയല്ലി നവതാരുണ്യം നിന്തിരുവുടലിൽ. നിന്നെ എന്തൊരു ചന്ത കാണാൻ. ഇന്നലെ നോക്കിയപ്പം ഭൂമി നീ സുന്ദരിയായിരുന്നു. ഞാൻ ഇന്നലെ നോക്കിയപ്പം നീ നല്ല സുന്ദരിയായിരുന്നു. മെനയാന്ന് നോക്കിയപ്പോഴും സുന്ദരിയായിരുന്നു. ഞാൻ ഇന്നലെ ആണെങ്കിൽ എന്ത് ചെയ്തു? ഒരു കൊച്ചു ചെറുക്കനായിരുന്നു. ഇന്ന് ഞാൻ വലിയ ആളായി. നാളെ ഞാൻ എന്ത് ചെയ്യും? പ്രായം ചെന്ന് വയസ്സനാവും. അപ്പോഴും ഭൂമി നീ സുന്ദരിയാ. അയാൾ പറഞ്ഞ കേട്ടോ. അന്നേരം ഭൂമി എന്താണ്? ഭൂമി അന്നും സുന്ദരിയാണ്, ഇന്നും പറ നാളെയും. പക്ഷെ നമ്മളൊക്കെയോ? നമ്മൾ വളർന്ന് വയസ്സായി എന്ത് ചെയ്യും? പക്ഷേ ഭൂമി എന്ത് ചെയ്യും? അന്നേരവും ജീവിക്കുമല്ലയോ? ജീവിക്കുമോ ഭൂമി? ജീവിക്കുമോ? എന്ന് വരെ ജീവിക്കും ഭൂമി? കേട്ടില്ല? 100,000 അല്ല, ഭൂമി 460 കോടി വർഷം വരെ ജീവിക്കും. അന്ന് 460 കോടി വർഷം കഴിയുമ്പം മേളി ഒരാൾ നിൽപ്പുണ്ടല്ലോ. ആരാ? അല്ലല്ലോ, കറക്റ്റ് സൂര്യൻ. ആരാണ്? ഈ സൂര്യൻ അന്ന് പൊട്ടിത്തെറിക്കും. അയ്യോ അമ്മച്ചിയാണ് സത്യം പറഞ്ഞതാ. പണ്ടൊരാൾ എന്നോട് ചോദിച്ചെന്തോ അറിയാവോ? എന്ത് നീ സ്കൂളിൽ പോതാ? നീ പഠിക്കാൻ പോന്നാ? അപ്പോൾ നീ എന്താ പഠിക്കും? ഞാൻ സയൻസ് പഠിക്കും. പിന്നെന്ത് പഠിക്കും? കണക്ക് പഠിക്കും. പിന്നെന്ത് പഠിക്കും? സോഷ്യൽ സയൻസ് പഠിക്കും. പിന്നെന്ത് പഠിക്കും? മലയാളം പഠിക്കും.
എങ്കിലൊരു ചോദ്യം ചോദിച്ചോ എടാ ചോദിക്ക്. ഇങ്ങനെ എടാന്ന് പറയാതെ ചോദിക്ക്. ചോദ്യം ചോദിക്കാനല്ലേ നിങ്ങൾ തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ പോയാൽ എന്തിനാ? അത് ചോദ്യങ്ങൾ ചോദിക്കാൻ. നീ സ്കൂളിൽ ചോദ്യം ചോദിക്കാൻ പോകുന്നു. എടാ മണ്ട, സ്കൂളിൽ ഉത്തരാ നിങ്ങൾ പറയേണ്ടത്, ചോദ്യമല്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്തിനാ? ഉത്തരം പറയാനാ, ചോദ്യം പഠിക്കാനോ? രണ്ടും വേണം. അതാ ചോദ്യങ്ങൾ നിങ്ങളെ സാറന്മാർ ചോദിക്കുകയല്ലയോ? ചോദ്യങ്ങൾ നിങ്ങളോട് ആര് ചോദിക്കുക? നമ്മൾ ഉത്തരം പറയില്ലേ? നാളെ മുതൽ നിങ്ങൾ സ്കൂളിൽ അങ്ങനെ പോകണ്ട. ഇനി സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചു പോകണം. എന്താണ്? ഇനി മുതൽ ഞങ്ങൾ ഉത്തരം പഠിക്കാൻ വന്നവരല്ല, ഇനി മുതൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നവരാണ്. അയാൾ ഒറ്റ ചോദ്യം. എന്ത് ചോദ്യം എന്തോ? ഞാൻ ഞെട്ടിപ്പോയി. ഈ ഭൂമി എന്നുണ്ടായി? ഈ ഭൂമിക്ക് എത്ര വയസ്സായി? ഈ ഭൂമി എന്നുണ്ടായി? ഈ ഭൂമിക്ക് എത്ര വയസ്സായി? ഭൂമി എന്നാ ഉണ്ടായത്? പറ. ഭൂമി എന്നുണ്ടായി? ഈ ഭൂമിക്ക് എത്ര വയസ്സായി? മനുഷ്യൻ എന്നുണ്ടായി? ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഈ ഭൂമി എന്നുണ്ടായി? ഈ ഭൂമിക്ക് എത്ര വയസ്സായി? മനുഷ്യൻ എന്നുണ്ടായി? ഈ മനുഷ്യൻ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞില്ലേ, 460 കോടി 540 കോടി വർഷം കഴിയുമ്പോൾ ഭൂമി ചത്തു. എന്നാന്നറിയാവോ? 460 കോടി വർഷങ്ങൾക്ക് മുൻപാ ഈ ഭൂമി ഉണ്ടായേ. എന്നാ ഉണ്ടായത്? ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒരുമിച്ച് പറ. ഒന്ന് ഉറക്കെ പറ. 460 കോടി വർഷങ്ങൾക്ക് മുമ്പാ ഭൂമി എവിടുന്നാ വന്നെന്നറിയാവോ? എവിടുന്നാ? നീലാകാശത്തല്ല, സൂര്യനിൽ നിന്നാ ഭൂമി വന്നത്. സൂര്യനിൽ നിന്നാണ്. സൂര്യനാ ഭൂമി ഇങ്ങോട്ട് പറഞ്ഞേച്ചത്. ആ ഭൂമി നീ അങ്ങോട്ട് പോയ. കേട്ടില്ല? സൂര്യൻ നീലാകാശത്തോ ബഹിരാകാശത്ത്? കറക്റ്റ്. ഒരു കയ്യടിയോട്. സൂര്യൻ എവിടെ പോയെന്നാ? സൂര്യൻ എന്നാ ഉണ്ടായത്? സൂര്യൻ ഉണ്ടായെന്നറിയോ? 640 കോടി വർഷങ്ങൾക്ക് മുൻപ്. വെള്ളത്തിനകത്ത് ലവം പൊങ്ങി വരും. ആരാണ് ലവം പൊങ്ങി വരുന്നത്? മീൻ. എന്നിട്ട് പൊങ്ങി വരുമ്പം എന്താ? ഇങ്ങനെ കമ്പിട്ട് കുരുക്കി പിടിക്കാനിരിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കണ്ണും മുഷിച്ചിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് മീൻ വന്ന് പടയിറക്കാവിടുന്നു. എന്തിനാ? യവനെ കോക്രാഞ്ചി വിടുന്നത്. അപ്പോൾ യവൻ പറയാം, നീ വാ ഇപ്പം ഞാൻ പിടിച്ചു കാണിച്ചത്. എന്നിട്ട് കമ്പം കൊണ്ടിട്ടിരിക്കുമ്പോൾ ഉണ്ടടാ, ഇടയ്ക്ക് നോക്കിപ്പോണ്ടാ ഒരാൾ പറന്നു വരുന്നേ. പറന്നിങ്ങനെ വന്നിട്ട് ആ പാറയുടെ മേളിലങ്ങിരുന്ന് കാക്ക. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ കാക്ക പറന്നങ്ങ് പോയി. അവൻ കണ്ണു തുറന്നു നോക്കി. അയ്യോ, കാക്കയെ കാണാനില്ല. പിന്നെ ആരുണ്ട് അവിടെ? കാക്കയെ കാണാനില്ല. പിന്നെ ആരുണ്ട്? കറക്റ്റ്, പാറ. ശരിയല്ലേ? എന്ത് പറഞ്ഞേ? കാക്ക പാറി വന്നു. പറഞ്ഞേ, കാക്ക പാറി വന്നു, പാറ മേലിരും. ഒന്ന് കൂടെ പറ എൻ്റെ മക്കളുമാര്. കാക്ക പാറി വന്നു, പാറ മേലിരും. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. എൻ്റെ മോളിഞ്ഞു വാ, കുഞ്ഞുമോള് വാ. ഓടി വാ. ഏയ് ഹലോ, പോയോ അങ്ങ്? കണ്ട മോള് കളിച്ച നിങ്ങൾ കണ്ട? ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ആ കുഞ്ഞുമോളെ തോണ്ട് അവിടെ നിൽക്കുന്ന കണ്ട, തലേ തുണിയൊക്കെ കെട്ടി. കണ്ട? കാക്ക പാറി വന്നു. പറ. കാക്ക പാറി വന്നു, പാറ മേലിരുന്നു. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. പഠിച്ചേ. കാക്ക പറമനെ. കാക്ക പാറി വന്നു, പാറ മേലിരുന്നു. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. അയ്യോ, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും അമ്മുമ്മയും അനിയനും. ആണോ? കേട്ടില്ല? പിന്നെ പറ. ചേച്ചിയുണ്ട്. ചേട്ടനുണ്ടല്ലേ? എല്ലാവരും അവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നോ? മെനയാന്നുണ്ടായിരുന്നോ? ഇന്നുണ്ടോ? നാളെ അവിടെ കാണുമോ? അവരെന്നും അവിടെ കാണത്തില്ലേ? നാളെ കാണത്തില്ലയോ? നാളെയും കാണും. അതാണ് നമ്മുടെ വിശ്വാസം. അതായത് നാളെ നമ്മൾ കാണാതിരിക്കത്തൊന്നുമില്ല. ഇന്നലെയാണ് എന്നെ കളഞ്ഞു പോയത്, ഇന്ന് രാവിലെ എന്നെ എനിക്ക് കിട്ടിയത്. ഇന്നലെ എന്തോ ചെയ്തു? എന്നെ കളഞ്ഞു പോയി. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ. ഞാൻ തിരക്കി കിടക്കാരൻ. ഞാൻ എന്തെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നപ്പോൾ വഴിയിലൊരു സഞ്ചിക്കകത്ത് ഞാൻ ഇരിക്കുന്നു. എടുത്തിട്ട് ഞാനായി. കണ്ട? അപ്പം നിങ്ങളെല്ലാം നടന്നു പോകുമ്പോൾ നിങ്ങളെ കളഞ്ഞു പോകാൻ നോക്കിക്കോണേ, അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞു പോകും കേട്ടോ. ഇവിടെ എന്തോ പറഞ്ഞേ? നിങ്ങളുടെ വീട്ടിലെ
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടോ? എന്നാൽ നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വരുന്നവരെന്തോ ചെയ്യും? എന്നും അവിടെ കാണുമോ? നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വരുന്നവർ എന്നും അവിടെ കാണുമോ? അവർ തിരിച്ചു പോവുമോ ഇല്ലയോ? പോവുമോ? അപ്പം നിങ്ങളുടെ വീട് അവിടെ ഉണ്ടോ ഇല്ലയോ? നിങ്ങളുണ്ടോ ഇല്ലയോ? കാക്ക പാറി വന്നോ പാറ മേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ശരിയല്ലേ? വരുന്നവരെല്ലാം വരുന്നവരെല്ലാം പോവും. ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ തന്നെ ഇരിക്കും. കറക്റ്റ്. എഴുന്നേര്. എന്തുവാ? വരുന്നവരെല്ലാം തിരിച്ചു പോകും ഇല്ലേ? എന്ന് പറഞ്ഞേ. വരുന്നവരെല്ലാം ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ഒരു കയ്യടിയോട് ഇരിക്കവിടെ. കണ്ട? വരുന്നവരെല്ലാം തിരിച്ചു പോകും, ഉള്ളവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ആരാ എഴുതിയത്? ഈ കവിത എഴുതി ആര്? പറ. കുഞ്ഞുണ്ണി മാഷ്. ആരാണ്? ഒന്ന് പറ, ഉറക്കെ പറയാം നമുക്ക്. ഒന്ന് പറഞ്ഞ്. കാക്ക പാറി പറ. കാക്ക പാറി വന്നു പാറ മേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. പഠിച്ചോ എല്ലാവരും? ആണോ? സമയം പോന്നു. മിണ്ടല്ലേ. സമയം പോന്നു. ഹലോ സമയം പോന്നു. അയ്യോ, കേൾക്കുന്നില്ലയോ? അയ്യരുണ്ടോ? അയ്യർ ക്ലാസ്സിലുണ്ടോ? പരമേശ്വര അയ്യർ ക്ലാസ്സിലുണ്ടോന്ന്? ഇല്ലയോ? ആരാണ്? ഒരു കയ്യടിയോട്. സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കണ്ടേ? ഉള്ളൂരേസ് അല്ലേ? ക്ലാസ്സിലുണ്ടോ? അതോ പോയാ? ഉണ്ടോ? ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. ഒന്ന് കയ്യടി. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമർദൂട്ടും പാർവണ ശശിബിംബം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമർദൂട്ടും പാർവണ ശശിബിംബം. ഭക്തി അനുരാഗ ദയ ആദി വപുസപ്പരാത്മ ചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. പക്ഷേ ഒരു കാര്യം മക്കളുമാരെ, നമിക്കലുയരാം നടുകിൽ തിന്നാം നൽകുകൾ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമിക്കലുയരാം. കുനിഞ്ഞാൽ നിങ്ങൾക്ക് നൂരാം. ശരിയല്ലേ? കുനിയാത്തവന് നൂരാൻ പറ്റുമോ? കുനിയാതെ നിങ്ങൾക്ക് നൂരാൻ പറ്റുമോ? കുനിയുന്നവന് നിവരാം. നമിക്കലുയരാം നടുകിൽ തിന്നാം. നട്ടാൽ നമ്മൾ വിതച്ചാൽ കൊയ്തെടുത്തൂടെ? ആണോ? ഇവിടെ കണ്ടത്തെ നെല്ല് വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. ആണോ? നടുകിൽ തിന്നാം നൽകുകൾ നേടിയിടാം, നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ആരാണിത്? ഉള്ളൂർ. ആരാണ്? ഉള്ളൂർ. അയ്യോ, സമയം കുറേ ആയെന്ന് തോന്നുന്നു. കണ്ടോ? ഇതുവരെ ആ മാഷ് ക്ലാസ് എത്തിയിട്ടില്ല. സ്കൂൾ തുടങ്ങി സമയം, ഇനി പഠിപ്പിക്കാൻ സമയമായി. അറ്റൻഡൻസ് എടുത്ത് തുടങ്ങിയിരിക്കുന്നു. കണ്ട? ഒരു മാഷ് ആ വയൽ വരമ്പിന് അപ്പുറത്ത് നിന്ന് നടന്നിങ്ങനെ വരികയാണ്. കയ്യിലൊരു ബാഗുണ്ട്, ഒരു പുസ്തകമുണ്ട്. ഒരു മാഷ് നടന്നു വരുന്നെന്ന്, കയ്യിലൊരു ബാഗുമായിട്ട് ഒരു പുസ്തകമായിട്ട്. മാഷ് വരുന്ന വഴിയിലെ വരമ്പിൻ്റെ ഇപ്പുറത്തെ വരുന്ന വഴിയുടെ വരമ്പിൻ്റെ ഇപ്പുറത്തെ ഒരു വലിയ പുൽപ്പരപ്പുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരാട് പെതുക്കെ നിന്ന്, ഒരു ചെമ്മരിയാടെ പതുക്കെ നിന്ന് തീറ്റി തിന്നുന്നു. എന്നിട്ട് മാഷ് ഞാൻ എന്നിട്ട് മാഷ് ആടിനെ നോക്കുമ്പം ആട് പുല്ല് തിന്നും. മാഷ് ആടിനെ നോക്കുമ്പോൾ ആട് എന്ത് തിന്നും? പുല്ല് തിന്നും. ഉടനെ ആടെന്ത് ചെയ്യും? മാഷ് നേരെ നോക്കുമ്പം ആടെന്ത് ചെയ്യും? മാഷ് നോക്കും. വീണ്ടും ആടെന്ത് ചെയ്യും? പുല്ല് തിന്നുമ്പോൾ മാഷ് നോക്കും. അവസാനം നടന്നു വന്ന മാഷ് പെട്ടെന്ന് വന്നിട്ട്, ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി ഊൾ? ഒറ്റ ചോദ്യം. ആരോടാ ചോദിച്ചേ? ആടിനോട് എന്താ ചോദിച്ചേ? ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി ഊൾ? ആട് ഉത്തരം പറഞ്ഞു, യെസ് സാർ 3 bags full. എന്താ പറഞ്ഞേ? ചോദ്യം ചോദിച്ചു എന്തുവാ? ബ്ലാക്ക് ഷീപ്പ് ഹാഫ്. നിങ്ങൾക്ക് അറിഞ്ഞൂടേത്? അവര് ഒന്ന് പറഞ്ഞേ. പറ. ബ്ലാക്ക് ഷീപ്പ് ഹാഫ് യു എനി ഊൾ? ഉത്തരം യെസ് സാർ 3 bags full. അല്ലേ? ശരിയല്ലേ? ആണോ? എന്തോ ചോദിച്ച ചോദ്യം എന്തുവാ? ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി ഊൾ? ആടെന്തോ ഉത്തരം പറഞ്ഞു? യെസ് സാർ 3 bags full. എന്തോ ചോദിച്ചെന്നറിയോ?
കറുമ്പിയാടെ കറുമ്പിയാടെ ഉണ്ടോ കമ്പിളി കുപ്പായം. ആടെ നീ അവിടുന്ന് പുല്ല് തിന്നല്ലേ, നിന്റെ ദേഹത്ത് ഒത്തിരി രോമമില്ലേ, അതിലെ ചെല്ലേ കമ്പിളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറുമ്പിയാടെ കറുമ്പിയാടെ ഉണ്ടോ കമ്പിളി കുപ്പായം. ഉടനെ ആട് തിരിച്ചു പറഞ്ഞു, ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ, സഞ്ചികൾ 3 നിറച്ചുണ്ട്. ഉണ്ട് സാർ, 3 സഞ്ചികൾ നിറച്ചുണ്ട് എൻ്റെ ദേഹത്ത് രോമങ്ങൾ. അതെ, 3 സഞ്ചി നിറച്ചുണ്ട്. എന്നിട്ട് ആട് ആ സാറിനെ നോക്കി. സാറ് ചോദിച്ചു, പ്ലീസ് ഗിവ് മീ ഒന്ന് എനിക്ക് തരുമോ? ആട് അപ്പോഴേ പറഞ്ഞു, നോ സാർ, തരത്തില്ല. അപ്പം ഈ സാറ് ചോദിച്ചെന്തറിയോ, ആൻഡ് ഫോർ ഹൂം, പിന്നെ ആർക്കാ ഇത്? പിന്നെ നിനക്ക് 3 സഞ്ചി നിറച്ചുണ്ടല്ലോ, ഒരെണ്ണം എനിക്ക് തന്നുകൂടെ, തരാമോ? ആട് പറഞ്ഞു, നോ സർ. പിന്നെ ഇത് ആർക്കാണ്? ആട് പറഞ്ഞ കേട്ടോ നിങ്ങൾ കേട്ടോ. One for my master and one for my mother, one for the little boy who lives down the lane, one for my master and one for my mother, one for the little boy who lives down the lane. എന്തോ പറഞ്ഞെന്നറിയോ? ഒന്നൻ അമ്മയ്ക്ക്. ഒരു സഞ്ചി ആർക്കുള്ളതാണേ? പറ. അമ്മയ്ക്ക് കൊടുക്കണോ? ആട് പറഞ്ഞ കേട്ടാ, ഒന്നൻ അമ്മയ്ക്ക്. അയാൾ ചോദിച്ചു, പിന്നെ ബാക്കി 2 ഉണ്ടല്ലോ. ഒന്നൻ മാസ്റ്റർക്ക്, എൻ്റെ ഗുരുവിനെ, എന്നെ പഠിപ്പിക്കുന്ന ആൾക്ക്. ഒന്നൻ മാസ്റ്റർക്ക്, പഠിപ്പിക്കുന്ന ടീച്ചറിന് കൊടുക്കണോ അതോ വേണ്ടേ? വേണം അല്ലേ? ഒന്നൻ കരളിനിടവഴി താഴെ പാർക്കും പാവം കൊച്ചു ചെറുക്കന്, ഒന്നൻ കരളിനിടവഴി താഴെ പാർക്കും പാവം കൊച്ചു ചെറുക്കന്. നിർത്ത്. ആ സാറിൻ്റെ മുഖം വല്ലാതായി. സാർ മുമ്പോട്ട് ഒന്ന് പറയാ, നീ എന്തോ പറഞ്ഞത്? ആട് പറഞ്ഞു, കേൾക്കണമായിരുന്നു. അല്ല, നീ ഇപ്പം പറഞ്ഞത് എന്തുവാ കേട്ടില്ലേ? ഒന്നൻ കരളിനിടവഴി താഴെ പാർക്കും പാവം കൊച്ചു നിന്റെ കരളിനകത്ത് ഇടവഴി ഉണ്ടെന്നോ? നിന്റെ കരളിൽ ഇടവഴി. എൻ്റെ മക്കളുമാരെ, നിങ്ങൾക്ക് കരളുണ്ടോ? തപ്പി നോക്ക് ഇടവഴി ഉണ്ടോന്ന്. ഉണ്ടോ? അയ്യോ, പക്ഷേ ആടിൻ്റെ കരളിനകത്ത് ഇടവഴി ഉണ്ട്. ഒന്നൻ കരളിൻ ആന്ന് ഒരു ചെറുക്കൻ പറഞ്ഞു കേട്ടോ. എന്താ കരയുന്നത്? നീ എന്താ കരയുന്നത്? അയ്യോ, എൻ്റെ കരളിലിരുന്ന് എൻ്റെ മിഠായി പോയേ. എന്തുവാ നീ പറഞ്ഞേ? എൻ്റെ കരളിരുന്ന മിഠായി പോയേ. എടാ, മിഠായി നിന്റെ കരളിനകത്തോ? ഞാൻ സ്വപ്നം കണ്ട മിഠായി എൻ്റെ നിന്ന് പോയി. പിന്നെയോ? യോ, എൻ്റെ തത്തമ്മയും പറന്നു പോയേ. എവിടുന്നറാ? എൻ്റെ കരളിനകത്ത കൂട്ടിന്ന്. നിങ്ങൾക്ക് കരളുണ്ടോ? ഉണ്ടാ? നിങ്ങളുടെ അമ്മയെ നിങ്ങൾ മനസ്സിൽ കാണാറുണ്ടോ? ആ അമ്മയോട് സ്നേഹമുണ്ടോ? അതോ അമ്മയോട് വെറുപ്പാണോ? സ്നേഹമില്ലേ? ആ അമ്മയൊക്കെ വയസ്സാകുമ്പോൾ എൻ്റെ മക്കളുമാർ നോക്കുവോ അതോ ഇല്ലയോ? ഉറപ്പ് തന്നെ. എനിക്ക് വിശ്വസിക്കാവോ? എന്നാ ഉറപ്പത്ത് പറ. എല്ലാവരും കൈവക്ക്. ഉറപ്പ്. മോൻ്റെ അമ്മയെ നോക്കത്തില്ലേ? പിന്നെന്താ അനങ്ങാതിരിക്കും? നോക്കത്തില്ലേ? അവിടെ കണ്ടാ? ഉറപ്പ് തന്നെ. ആ ചെറുക്കൻ പറഞ്ഞോട്ടോ, ഒന്നൻ കരളിനിടവഴി താഴെ പാർക്കും പാവം കൊച്ചു ചെറുക്കന്. ബേ ബേ ബ്ലാക്ക് പറ. ബേ ബേ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി. ഒന്ന് ഉറക്കെ പറയടേ. ബേ ബേ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി ഊൾ. ജീപ്പ് വന്നല്ലോ, നീല ജീപ്പ് വന്നല്ലോ, നീലവെട്ടം അണഞ്ഞുകത്തും ജീപ്പ് വന്നല്ലോ. ജീപ്പ് നിർത്തിയോ? ഇല്ല, ജീപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പ് നിർത്തിയോ? റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. ജീപ്പ് നിർത്താതെ സബ് ഇൻസ്പെക്ടർ എസ് ഐ ജീപ്പ് നിർത്താതെ സബ് ഇൻസ്പെക്ടർ ചാടിയിറങ്ങുന്നു, റോഡിൽ മലർന്നു വീഴുന്നു. എന്തു പറ്റി? എസ് ഐ എന്തു പറ്റി? അടി തെറ്റിയാൽ അപ്പോൾ അത് പറ. ഒരു കയ്യടിയോട്. ഒരു കൈ. അടി തെറ്റിയാൽ അതാണ് കറക്റ്റ്. അടി തെറ്റിയാൽ ആനയല്ല വീഴുന്നത്. ആര് വീഴും? പറ. അടി തെറ്റിയാൽ പോലീസും വീഴും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും നിയമം എല്ലാവർക്കും കറക്റ്റ് ബാധകമാണ്. എനിക്ക് ബാധകമാണ്. ഈ ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് ബാധകമാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ബാധകമാണ്. ബാധകമാണോ? കൊല്ലം ജില്ലാ കളക്ടർക്ക് നിയമം ബാധകമാണ്. കേരള മുഖ്യമന്ത്രി
കേട്ടില്ലയോ? ഏയ് കേരള മുഖ്യമന്ത്രി ആര്? കേരള മുഖ്യമന്ത്രി പേര് പറയടോ. പറ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ത്യൻ പ്രധാനമന്ത്രി നിയമം മോദിക്കും നിയമം ബാധകമാണ്. ജീപ്പ് വന്നല്ലോ, നീല ജീപ്പ് വന്നല്ലോ, നീ കയ്യൊന്നടി. ജീപ്പ് വന്നല്ലോ, നീല ജീപ്പ് വന്നല്ലോ, നീലവെട്ടം അണഞ്ഞുകത്തും ജീപ്പ് വന്നല്ലോ. അവിടെ വീണ് എസ് ഐ തറയെ വീണ് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴാ എന്ത് സംബന്ധം? അടുത്ത കടയിൽ ഇരുന്നൊരു കള്ളൻ ചാടി ഇറങ്ങി ഓടുന്നു, പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ജീപ്പിനകത്തേക്ക് എറിയുന്നു. നാടൻ വാക്ക, വേറെ ഒന്നുമില്ല. ഒന്ന് പറഞ്ഞ കയ്യൊന്നടിച്ച്. അടുത്ത കടയിൽ ഇരുന്നൊരു കള്ളൻ ചാടി ഇറങ്ങി ഓടുന്നു, പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ജീപ്പിനകത്തേക്ക് എറിയുന്നു. ജീപ്പ് പോയല്ലോ, നീല ജീപ്പ് പോയല്ലോ, ജീപ്പ് പോയല്ലോ, നീല ജീപ്പ് പോയല്ലോ, പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ജീപ്പ് നിന്നല്ലോ. ജീപ്പ് വന്നല്ലോ, നീല ജീപ്പ് വന്നല്ലോ, നീലവെട്ടം അണഞ്ഞുകത്തും ജീപ്പ് വന്നല്ലോ. റോഡിൻ നടുവിൽ നിന്നൊരു പോലീസ് വണ്ടികൾ പോകാൻ പറയുന്നു. ഏത് പോലീസ്? ഏത് പോലീസ്? റോഡിൻ നടുവിൽ നിന്നൊരു കയ്യെന്നടി. റോഡിൻ നടുവിൽ നിന്നൊരു പോലീസ് വണ്ടികൾ പോകാൻ പറയുന്നു. ഉടനൊരു കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു തകർന്നല്ലോ. ജീപ്പ് വന്നല്ലോ, നീല ജീപ്പ് വന്നല്ലോ, നീലവെട്ടം അണഞ്ഞുകത്തും ജീപ്പ് വന്നല്ലോ. ഒന്ന് പറഞ്ഞേ. ജീപ്പ് പറ. പോലീസ് പോലീസ് പോലീസ്. ഇനി ഒരുമിച്ച് പാടി നിർത്താം നമുക്ക് അതല്ലേ. ജീപ്പ് വന്നല്ലോ, നീലവെട്ടം അണഞ്ഞുകത്തും ജീപ്പ് വന്നല്ലോ. പോലീസ് പോലീസ് പോലീസ്. നിങ്ങൾ പോലീസ് അവൻ ആഗ്രഹമുണ്ടോ? ദാ വരും. ദാ എന്ത് താമസിച്ച നീ? എന്താ താമസിച്ചെന്ന്? അവൻ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? അവിടെ പോലീസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ താമസിച്ചു ക്ലാസ് വരാൻ അല്ലേ? ഒത്തിരി സമയമായി, പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞ് ഇതുവരെ അറ്റൻഷൻ എടുത്ത് തീർത്തില്ല. എന്തോ ഈ കാണിക്കുന്നില്ലേ? ഇങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ക്ലാസ് അല്ലേ തുടങ്ങി? ഒത്തിരി സമയമായില്ലേ തുടങ്ങിയിട്ട്? എന്നാ അയ്യോ മക്കളുമാരെ, 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 ഈ മാമൻ പറയുന്ന ഭാഷ ഏതാണ്? ഇതൂടെ പറഞ്ഞ് മാമൻ നിർത്തും. മാമൻ മലയാളമാണല്ലോ. നമ്മുടെ മലയാളം പറയുന്ന പോലാണോ ഇംഗ്ലീഷ് പറയുന്നത്? ഇംഗ്ലീഷ് പറയുന്ന പോലാണോ ഹിന്ദി പറയുന്നത്? ഹിന്ദി പറയുന്ന പോലാണോ തമിഴ് പറയുന്നത്? തമിഴ് പറയുന്ന പോലാണോ ഫ്രാൻസ് പറയുന്നത്? ഫ്രാൻസ് പറയുന്ന പോലെയാണോ ലാറ്റിൻ ഭാഷ പറയുന്നത്? ലാറ്റിൻ ഭാഷ പറയുന്ന പോലെയാണോ ജാപ്പനീസ് ഭാഷ പറയുന്നത്? ജാപ്പനീസ് ഭാഷ പറയുന്ന പോലെയാണ് അറബി ഭാഷ പറയുന്നത്? അറബി ഭാഷ പറയുന്നതാണ് നേപ്പാളി ഭാഷ പറയുന്നത്? നേപ്പാളി ഭാഷ പറയുന്നതാണ് ഒറിയ ഭാഷ പറയുന്നത്? ഒറിയ ഭാഷ പറയുന്നതാണ് ഓസ്ട്രിയ ഭാഷ പറയുന്നത്? ആണോ? വ്യത്യാസം ഇല്ലയോ? വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ശരിയല്ലേ? ഒന്ന് വ്യത്യാസം നോക്കട്ടെ മാമായി. വ്യത്യാസം ഉണ്ട് നോക്കിയാൽ. മലയാളവും ഇംഗ്ലീഷ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക്. നോക്കട്ടെ. കേൾക്കണേ കേൾക്കണേ. ഇംഗ്ലീഷ് പറയാൻ പോവാം മാമായി. ഇംഗ്ലീഷ് പറയാൻ നോക്കണം. I come from horns of good and hurt. I make a sudden sally and sparkle a word among the fern to be cut down a valley. I come from horns of good and hurt. I make a sudden sally and sparkle a word among the fern to be cut down a valley. I shatter as I float to join the brimming river. For men may come and men may go, but I go on forever. ഏത് ഭാഷ? ഏത് ഭാഷ? അതുപോലാണോ മലയാളം ഇരിക്കുന്നത്? മലയാളം എന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഇംഗ്ലീഷ് ഭാഷയെ എഴുതുന്ന പോലെ വായിക്കത്തില്ല ഇല്ലയോ? ഐ നോ യു എന്ന് പറയും നമ്മൾ. ഐ നോ യു എന്ന് പറയും. KNW എടുത്തിട്ട് നോ എന്നാണ് വായിക്കുന്നത്. അങ്ങനെ വായിക്കത്തില്ല. പക്ഷേ മലയാളം അങ്ങനെയല്ല. മലയാളം എഴുതുന്ന പോലെ വായിക്കും. അതാ മലയാളം. എങ്ങനെയാ മലയാളം എഴുതുന്ന പോലെ വായിക്കുന്നത്? എങ്ങനെ വായിക്കും മലയാളം? മാമലകൾക്കപ്പുറത്ത് മരതക കയ്യൊന്നടി. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ച് മലയാളം എന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് അറിഞ്ഞൂടെ? അതൊന്ന് പാടേ. മാമലകൾ പറ ഉറക്കെ. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ച് മലയാളം എന്നൊരു നാടുണ്ട്. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുകയാണോ? ആണോ? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ മലയാളം പറഞ്ഞ ഒരുപോലെ ഇരിക്കുകയാണോ? അല്ല, വ്യത്യാസമല്ലേ? ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാര്യം എന്തോന്ന് അറിയാം മക്കളുമാരെ? ശ്രദ്ധിച്ചേക്കണം. ഇനി ആരും മിണ്ടരുത്. സ്കൂളിൽ ചെന്ന് പറയണം സാറന്മാരോട്,
ഇന്ന് നിങ്ങൾ ഈ വർഷം അടുത്ത വർഷം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സാറന്മാരുടെ ചോദ്യം ചോദിക്കണം. ഈ മാമൻ പറഞ്ഞിരുന്ന ചോദ്യം. ഓക്കെ, ചോദിക്കുമോ? ആ, നമ്മുടെ ഭാഷയെല്ലാം, ലോകത്തുള്ള ഭാഷയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം ഭാഷയുടെ താളത്തിലെ വ്യത്യാസമാണ്. അത് വളരെ മനസ്സിലായില്ല. പക്ഷേ ലോകത്തുള്ള ഭാഷയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വെറും 36 ശബ്ദങ്ങൾ കൊണ്ടാണ്. എത്ര ശബ്ദങ്ങൾ കൊണ്ടാണ്? ലോകത്തുള്ള എല്ലാ ഭാഷയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ 36 ശബ്ദമാണ് മലയാളത്തിലുള്ളത്. അതേ ശബ്ദം തന്നെയാണ് ഇംഗ്ലീഷിലുള്ളത്. അതേ ശബ്ദം തന്നെയാണ് ഹിന്ദിയിലുള്ളത്. ഈ ശബ്ദം നിങ്ങൾക്ക് അറിയാവോ ഏതാന്ന്? അറിയാവോ? ചക്ക കീറി മുറിച്ചിട്ടുണ്ടോ? എന്തോ കീറി മുറിക്കും? പറ. ചക്ക കീറി മുറിക്കും എന്തൊക്കെ കിട്ടും? ചവിണി, ചൊള, പൂഞ്ഞ്, ഇങ്ങനെ കീറി മുറിക്കത്തില്ലേ? ചക്കക്കറ എല്ലാം കിട്ടത്തില്ലേ? കിട്ടുമോ? ആണോ? എങ്കിലൊരു ശബ്ദം. ഈ ശബ്ദം ഒന്ന് കീറി മുറിച്ചേ. ഈ ശബ്ദം ഒന്ന് കീറി മുറിക്ക്. നേരത്തെ അല്ല വഴി പട്ടി കിടന്നില്ലയോ? എങ്ങനെയാ പട്ടി ശബ്ദം ഉണ്ടാക്കിയത്? ഓക്കെ, ഒന്ന് കീറി മുറിക്ക്. ആ ശബ്ദം കീറി മുറിക്ക്. അയ്യോ, അങ്ങനല്ല. ആ, യെസ്, ആ ശബ്ദം മുറിക്കാൻ പോവാ മാമൻ. ഈ ബൗ എന്ന ശബ്ദം മുറിക്കാൻ പോവാ. കേൾക്കുന്നുണ്ടോ? ബൗ എന്ന ശബ്ദം മുറിക്കാൻ പോവാ. ഏതൊക്കെയാ? ബ, അ, ഉ. എത്രണ്ണ? 3 ഏതൊക്കെയാ? ബ, അ, ഉ. ചേർത്ത് പറഞ്ഞേ. എന്തുവാ? ആ ബൗ എന്ന ശബ്ദം കീറി മുറിച്ച കണ്ടോ? ഏതൊക്കെയാ? ബ, അ, ഉ. അപ്പം പട്ടി എത്ര ശബ്ദങ്ങൾ ഉപയോഗിച്ചാ സംസാരിക്കുന്നത്? ഏതൊക്കെയാണ്? ബ, അ, ഉ. മവം ഈയം ആയം ഓവം, മവം ഈയം ആയം ഓവം, ബവം ആയം ഓവം ചേർന്നൊരു ബൗ ബൗ നിന്ന് കുരയ്ക്കുന്നു. മവം ഈയം ആയം ഓവം, മവം ഈയം ആയം ഓവം. ചേർത്ത് പറ. മവം ഈയം ആയം ഓവം. എന്തുവാ അത്? പറ. എന്തുവാ? ആരാ അത്? ആ പൂച്ച കരയുന്ന 4 ശബ്ദം ഏതൊക്കെയാ? മ, ഈ, ആ, ഉ. ഒന്ന് കരഞ്ഞേ. മിയാവ്. കണ്ടോ? അപ്പം കാക്ക കരയുന്നതോ? എത്ര ശബ്ദം? 2 ശബ്ദം. ക, ആ. പറഞ്ഞേ. കാ. കുയിലോ? കു, ഓ, ക, ഓ. പറഞ്ഞേ. കൂ. കണ്ടാ? ഓക്കെ, യെസ്. ഇനി ആരും മിണ്ടരുത്. ലോകത്തിലുള്ള എല്ലാ ഭാഷയും നിർമ്മിച്ചിരിക്കുന്നത് 36 ശബ്ദങ്ങൾ കൊണ്ടാണ്. എത്ര ശബ്ദങ്ങൾ കൊണ്ടാണ്? അത് 2 ശബ്ദം നിങ്ങൾ പഠിച്ചു. 3-4 ശബ്ദം പഠിച്ചില്ലയോ? പട്ടി ഉണ്ടായ ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ബ, ആ, ഉ. പൂച്ച ഉണ്ടാക്കുന്നതോ? മ, ഈ, ആ, ഉ. കാക്കയോ? ക, ആ. അത് ആ ഒന്നും കൂട്ടിയാൽ മതി. ഓക്കെ ആണോ? പറയട്ടെ ഇനി. പക്ഷേ ഈ ശബ്ദങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ഈ ഭാഷയെ പ്രയോഗിക്കും ഒരുവലിക്കുന്നതേ. മാമനുണ്ട് എല്ലാ ഭാഷയും ഒരേ താളത്തിൽ പാടാൻ പോവാ. മാമൻ. ഓക്കെ, നിങ്ങൾ കൂടെ പറയുമല്ലോ? പറയുമോ? നിർത്തു ഇപ്പം. പറയുമോ? ഓക്കെ, ദാ ഒരേ താളത്തിലാണ് പറയാൻ പറ്റാൻ. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്ക് മിനുത്താട്. ഒന്ന് പറഞ്ഞേ. മേരിക്കുണ്ടൊരു പറ. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കു മിനുത്താട്, മേരിയേ കുഞ്ഞാടേ മേരിയെ പറ. മേരിയേ കുഞ്ഞാടേ മേരി. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.